സാന്ത്വനത്തിന്റെ നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശും മീനാക്ഷിയും ഒരുവിധം സ്നേഹമൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷേ ആകാശ് നമ്മുടെ മീനാക്ഷിനായിട്ട് എത്ര ഇതായാലും മീനാക്ഷി വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു അടുപ്പമൊന്നും ആകാശിന് ഉണ്ടാവുന്നില്ല. ഇല്ലാണ്ടല്ല, ആകാശിന് എന്തായാലും മീനാക്ഷി അടുത്തേക്ക് ചെല്ലുമ്പോൾ ബാലൻ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഓർമ്മ വരുന്നത് കൊണ്ട് തന്നെ മീനാക്ഷിയായിട്ട് അങ്ങനെ അടുക്കാൻ കൂട്ടാക്കാൻ നിൽക്കുന്നുണ്ട്. ആര്യനും മിഥുനാണെങ്കിൽ തമ്മിൽ കട്ട വഴക്കാവുന്നുണ്ട്. മിത്രനെ ശല്യം ചെയ്യുന്ന ഒരു ആളായിട്ടാണ് മിഥുൻ നമ്മുടെ ആര്യനെ കാണുന്നത്. ആര്യനാണെങ്കിൽ മിത്രയുടെ ജീവിതം ഇവൻ നശിപ്പിക്കുന്നുള്ള രീതിയിലും ആ രണ്ടുപേരും കൂടെ തമ്മിൽ വഴക്കൊക്കെ ആകുന്നുണ്ട്. പോലീസൊക്കെ ഒന്ന് ഇടപെടുന്നുണ്ട്. പോലീസ് നമ്മുടെ ആര്യനെ പിടിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാണ്ട് ബാലേട്ടനും കോമതിയും ശരിക്കും ടൂറ് പോലെ തന്നെയാണ്. കാരണം അവര് ശരിക്കും ടൂറ് വന്നത് അവർ മാത്രമാണ്. അവരാണ് ഇപ്പോൾ ശരിക്കും പ്രണയിച്ച് നടക്കുന്ന വയസ്സാം കാലത്ത് നടക്കുന്ന ഒരു രീതിയൊക്കെയാണ് കാണിക്കുന്നത്. അവർ തമ്മിൽ അടിച്ച് പൊളിച്ച് പാട്ടും പാടി ചോളൊക്കെ മേടിച്ച് കഴിച്ചു. കാരണം അവർ അടിച്ച് പൊളിച്ച് നടക്കുന്നുണ്ട്. മീനാക്ഷിക്ക് ആണെങ്കിൽ കുറ്റബോധവും ദേഷ്യവും എല്ലാം കൂടെ ആയിട്ട് ആകാശിന് സ്വൈര്യം കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെ ആകാശിന്റെ സമ്മതം ഇല്ലാണ്ട് ആകാശിനോട് പിണങ്ങി മീനാക്ഷി പോകുന്നൊക്കെ ഉണ്ട്. സ്വന്തം ഇഷ്ടത്തിന് ഓരോ സ്ഥലങ്ങൾ കാണാനൊക്കെ പോകുന്നുണ്ട്. ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആണുങ്ങൾ നമ്മുടെ മീനാക്ഷിനെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ശല്യം ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി അവിടെ നിന്ന് ഒരു കണക്കിന് ഓടി ജീവൻ കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു ഭാഗവും കാണിക്കുന്നുണ്ട്. അതിനുശേഷം പോകാറായി, അതായത് തിരിച്ച് നാട്ടിലേക്ക് പോരുന്നുണ്ട്. ആ സമയത്ത് പോലും ആകാശും മീനാക്ഷിയും ഒന്നിക്കുന്നൊന്നുമില്ല. അപ്പം മീനാക്ഷിക്ക് ശരിക്കും മനസ്സിലായി ആകാശിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ആകാശിനോട് പറയുന്നുണ്ട്, പോകുന്നതിന് മുന്നേ എനിക്ക് സത്യങ്ങളൊക്കെ അറിയണം. എന്താ നിനക്ക് എന്നെ ഇഷ്ടമുണ്ടായില്ലേ, എൻ്റെ നിർബന്ധത്തിനാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചിട്ട് അവിടെ മീനാക്ഷിയോട് നമ്മുടെ ആകാശിന് നിവർത്തില്ലാതെ സത്യം പറയേണ്ടി വരുന്നുണ്ട്. മീനാക്ഷി അതൊക്കെ കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.